ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിവിടെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബോറടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് വീട്ടിൽ. ഞങ്ങൾ 4 പേരാണ്. ഞാനാണ് ഫസ്റ്റ്. എൻ്റെ താഴെയുള്ള ആളാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കൊച്ചിനെന്തോ പാടില്ല, എന്തോ ചുമ എന്തോ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ അടുത്തോട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവളും ഏറ്റവും ഇളയ ആളും കൂടിയും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ അത്ര നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഭയങ്കര ബോറടി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണം എന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും ഇങ്ങനെ അതും ഇതൊക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ബോറടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് അവർ വിളിച്ചത് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി ഉഷാറായി. ആരെങ്കിലും കൂടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പണികളൊക്കെ തീർത്ത് കുറേ നേരം അവരായിട്ട് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഇരിക്കുക എന്നുള്ള രീതിയിൽ വേഗം പണിയൊക്കെ തീർത്ത് ഉള്ള ധൃതിയിൽ ഉള്ള സമയം കൊണ്ടൊക്കെ തീർത്ത്. അപ്പം ഞാൻ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് കറി വെച്ച് നെയ്ച്ചോറും ഉണ്ടാക്കി. അയിനു എന്തെടുക്കണ്? അതെ, പയറു എന്തെങ്കിലും പറയാനുണ്ടോ? അതെന്താണ്? പയറൊരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത്, അപ്പോൾ ഞാൻ ബീഫിനുള്ള ഉള്ളി സവാളയൊക്കെ എടുത്ത സമയത്താണ് അവർ വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ ഇതാണ് കണ്ടത്. എന്നിട്ട് കറിക്കും ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ചെയ്യാനുള്ള ഇതൊക്കെ നോക്കി അവർ ഏറ്റവും ഇളയവളുടെ മുടി വെട്ടണം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഞാനും കൂടിയും വരാം. നേരെ ഹോസ്പിറ്റലിൽ നിന്ന് അവരങ്ങോട്ട് പോകാൻ പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞ് വൈകിട്ടാണെങ്കിൽ ഞാനും കൂടിയും വരാം. അപ്പോൾ എനിക്കത് ഒരു വീഡിയോ പോലെ എടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അതാണ് അവർ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അവളുടെ ഹെയർ കട്ടൊക്കെ ചെയ്ത് അവിടെ കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ പോയില്ല. ഇവർക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് മക്കൾ രണ്ടുപേരും ഉറങ്ങി വൈകിട്ടായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഓരോ മുടി വെട്ടാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും 1-2 മണിക്കൂറൊക്കെ എടുക്കും. പിന്നെ ഞാൻ വെറുതെ പുറത്തിരിക്കണം പിള്ളേരായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പിള്ളേരെ ഇവിടെ നിർത്തിക്കോ, നിങ്ങൾ രണ്ടുപേരും വണ്ടിക്ക് പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ വിട്ടതാണ്. അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്താനായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ പോയില്ല. ആ ഒരു ബോറടിയുടെ കാര്യം ഓർത്തിട്ട് പോയില്ല. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണേ, എന്നെ വീഡിയോയിൽ കാണുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേണ് അവിടെ വന്നിരുന്നപ്പോൾ. ഇത് ഞാൻ ആദ്യം കുറേ ഇങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ച് എനിക്ക് പക്ഷേ ഇതിന് സ്പീഡില്ല കേട്ടോ അരിയാനായിട്ട്. എനിക്കിങ്ങനെ കട്ടിങ് ബോർഡിൽ വെക്കാതെ കൈ കൊണ്ട് അരിയാനാണ്, അത് പെട്ടെന്ന് കഴിയും എൻ്റെ. ഇത് ഇങ്ങനെ നോക്കിയിട്ട് പറ്റാണ്ടായപ്പോൾ ലാസ്റ്റ് ഞാൻ സവാള കയ്യിൽ പിടിച്ചിട്ട് കൈ കൊണ്ട് തന്നെ അരിയാൻ തുടങ്ങി. അതാണ് എനിക്ക് എളുപ്പം. ഇത് എനിക്ക് സുഖമല്ല, ഇത് വേഗം കഴിയും.
അതിൻ്റെ ഇടയിൽ നല്ല അംഗം നടക്കണമായിരുന്നു അവിടെ. അവരുടെ അടുത്ത് എല്ലാവരും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ആരെങ്കിലും വേണം, ഒരാൾ അവരെ നോക്കാൻ തന്നെ വേണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ഇടിയും വലിയ കരച്ചിലും ബഹളമൊക്കെ ആവും. ഇനി ഞങ്ങൾക്ക് ഒരാളും കൂടി ഉണ്ട്, അയാളിപ്പോൾ ഇന്ന് രാത്രി വീട്ടിൽ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും. ആ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ ആക്കി ഇടാം. ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ്, ഇവള് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെക്കേഷനായപ്പോൾ 2 ദിവസം എന്തോ ആണ് വന്നേക്കണത്. അവളുടെ കഴിഞ്ഞിട്ട് ഒരാളുണ്ട്, അവളുടെയും എല്ലാവരുടെയും നടുക്കുള്ളത്. അവൾ ഇന്ന് വൈകിട്ട് വരും. അപ്പോൾ നാളെ രാവിലെ ഇൻഷാ അല്ലാ ഞങ്ങൾ പുറത്ത് പോകാമെന്നൊക്കെ ഇങ്ങനെ ഓരോ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനി എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും അതിൻ്റെ. കുറേ നാളായി ഞങ്ങൾ 4 പേരും കൂടിയും ഒരുമിച്ചായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വരുമ്പോൾ ഒരാളുണ്ടാവില്ല, ഒരാളെ വരുമ്പോൾ അടുത്ത ആളുണ്ടാവില്ല, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ഇപ്പം 4 പേർക്കും കൂടി ഇതാവാൻ പറ്റിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുമിച്ചായേക്കണതാണ്. എവിടേക്കാണ് പോണേന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നാളെ പോകാമെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. അതെവിടെയാണെന്നുള്ളത് ഇന്ന് രാത്രി നാളെയൊക്കെ അത് കൺഫേം ആവുള്ളൂ. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. ഞാൻ ഉറങ്ങിയില്ല, ഞാനിങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവർ 3 പേരും കിടന്നുറങ്ങി, മക്കളും കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടാണ് അവർ പിള്ളേർ എണീക്കുന്നതിന് മുമ്പേ അവർ പോയി. ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പോയി. അങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ വൈകിട്ടത്തെ ഫുഡും കൊടുത്ത് ഞങ്ങളവിടെ കളിച്ച് ഇതാക്കിയാക്കി നടന്ന. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രേ ഉള്ളൂ. ബായ്. ഇൻഷാ അല്ലാ നാളെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കേ.